നമസ്കാരം. ഒപ്പം ഞാനെന്ന് വന്നേക്കുന്നത് ഈ ഒരു ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡുമായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോസ് ലാഗായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിന് കാരണം എനിക്ക് എക്സാം ആണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഡ്രാമയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ ഹീറോയിനെ വിവാഹം കഴിക്കാൻ പോകണമെന്നുള്ള കാര്യം ജിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ വിവാഹം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടും ജി നേരെ പോയിട്ട് അവൻ്റെ ആൻറ്റിയോടും ഹീറോ ആരും അറിയാതെ സീക്രട്ടായിട്ട് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകണമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ആൻറ്റിയും വേഗം എനിക്ക് അവളുടെ നമ്പർ താ, എനിക്ക് അവളെ ഇപ്പോൾ തന്നെ മീറ്റ് ചെയ്ത് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ജി ഹീറോയിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഉടനെ ആൻറ്റിയും ഹീറോയിനെ കോൾ ചെയ്യുന്നുണ്ട്. അവൾ ഉറങ്ങിക്കിടക്കായിരുന്നു. പെട്ടെന്ന് കോൾ വരുമ്പോൾ അതെടുത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഉടനെ ഞാൻ ഹീറോയുടെ ആൻറ്റിയാണ്, എനിക്ക് നിന്നെ നേരിൽ കണ്ട് സംസാരിക്കണം, ഞാൻ ഇപ്പോൾ തന്നെ നിന്റെ വീട്ടിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ ആകെ ഷോക്കായിട്ട് പെട്ടെന്ന് ഹീറോയെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉടനെ ഹീറോ, നീ വിഷമിക്കേണ്ട, ആൻറ്റി വളരെ പാവമാണ്, നീ വീടൊക്കെ നല്ല നീറ്റായിട്ട് ഇടണം, ആൻറ്റിക്ക് എന്തെങ്കിലും ടേസ്റ്റി ആയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് ബിഹേവ് ചെയ്താൽ മതി, ആൻറ്റി നമ്മുടെ വിവാഹത്തിന് ഓക്കെ പറയുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിനും ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. വൈകാതെ തന്നെ ഹീറോയുടെ ആൻറ്റി വീട്ടിലേക്ക് വരുന്നുണ്ട്. ഹീറോ പറഞ്ഞതുപോലെ തന്നെ ഹീറോയിൻ വീടൊക്കെ ഓൾറെഡി നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ആൻറ്റിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഉടനെ ഈ കുഞ്ഞ് ഹീറോയുടേതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും അതെ എന്ന് തലയാട്ടുന്നുണ്ട്. ഉടനെ ആൻറ്റി, ഹീറോ വളരെ നല്ലവനാണല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഒരു ദിവസം അവൻ നന്നായി കുടിച്ചിട്ട് വന്നു, അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറ്റിപ്പോയതാണ്, ആൻറ്റി ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഇത്ര പൊളൈറ്റായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ആൻറ്റിക്ക് അവളോട് വല്ലാത്തൊരു സ്നേഹം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഓക്കെ, നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ സമ്മതം നൽകുന്നുണ്ട്, എത്രയും വേഗം നിങ്ങളുടെ വിവാഹം നടത്താൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിനും ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഈ കാര്യം അറിഞ്ഞ ജിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. വിവാഹം നടത്താതിരിക്കാൻ വേണ്ടി ആൻറ്റി പറഞ്ഞു വിട്ടാലും ആൻറ്റി വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ സങ്കടത്തിൽ അവൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ട് അവൻ്റെ സങ്കടങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഫ്രണ്ടും, നീ എന്തൊരു മണ്ടനാണ്, കുഞ്ഞുനാളിൽ തന്നെ അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു, ഞങ്ങളെല്ലാവരും നിങ്ങൾ രണ്ടുപേരും ലവ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നീ അവളുടെ ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കാതെ വെറുതെ അവളെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്തു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, നീ ഒരുപാട് അവളെ ടോർച്ചർ ചെയ്തതല്ലേ, ഇപ്പോഴെങ്കിലും അവൾ സന്തോഷത്തിൽ നിന്റെ ചേട്ടനോടൊപ്പം ജീവിക്കട്ടെ, അതുപോലെ തന്നെ നിന്റെ കുഞ്ഞാണ് മോച്ചി ബേബി എന്നുള്ള രഹസ്യം വേറെ ആരും അറിയില്ല, അതുകൊണ്ട് നിന്റെ ഇമേജും മോശമാവാതെ തന്നെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ജി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ അവന്റെ മനസ്സിലും ഹീറോയിനോടുള്ള സ്നേഹം അടങ്ങാതെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഹീറോ ആന്റി പറഞ്ഞതുപോലെ ഹീറോയിനെ വിവാഹം കഴിച്ച് മോച്ചി ബേബിയും കൂട്ടിയിട്ട് അവന്റെ ഫ്ലാറ്റിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഹീറോയിന് സെപ്പറേറ്റ് ഒരു റൂം കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ജി മോച്ചി ബേബിയെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഹീറോ ഇല്ലാത്ത തക്കം നോക്കി ഹീറോയിനോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ എന്റെ ജ്യേഷ്ഠനെ കോൺട്രാക്ട് ബേസിലാണ് വിവാഹം കഴിച്ചതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, നീ വിഷമിക്കണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും എത്രയും വേഗം ഡിവോഴ്സ് വാങ്ങി തരുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം, നീ ഇപ്പോൾ ആപ്സിനെ വിവാഹം കഴിച്ചും പെട്ടെന്ന് സെറ്റിൽ ആവാൻ നോക്കാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ജി, ഏയ് എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ, നിന്റെ ജ്യേഷ്ഠൻ അങ്ങനെയല്ലോ പറഞ്ഞത്, നീ വിവാഹത്തിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കമ്പനിക്ക് വലിയൊരു ലോസ് ഉണ്ടാവുമെന്നാണല്ലോ പറഞ്ഞത്, നീ ഇപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിയും, അതെ അങ്ങനൊരു ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അതിലൊന്നും വീഴില്ല, ഞാനായിട്ട് മാരേജിന് സമ്മതമല്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ, ഇതിപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഞാൻ പോർട്രേറ്റ് ചെയ്യാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ, ഓക്കെ നീ എന്തെങ്കിലും കാണിക്ക്, എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ജോലി ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ജിയാണ്. ജി ആപ്സിനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഈ കാര്യം അവൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇവന് വിവാഹം കഴിക്കണ്ടെന്നുള്ള രീതിയിൽ പോലും ഇപ്പോൾ ആപ്സ് ചിന്തിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ഹീറോയിനെയാണ്. ഹീറോയിൻ ഹീറോയുടെ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഒരുപാട് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അതും ഹീറോയും ആപ്സും കോളേജിൽ പഠിക്കുന്ന സമയത്ത് എടുത്തതായിരുന്നു. ആ സമയത്ത് അവർ രണ്ടുപേരും ലവേഴ്സ് ആയിരുന്നു. പിന്നീടാണ് ആപ്സിന് ഹീറോയിൽ സാറ്റിസ്ഫാക്ഷൻ തോന്നാതെ നേരെ പോയിട്ട് ഹീറോയുടെ അനിയനായിട്ടുള്ള ജിയെ ലവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഫോട്ടോ കാണുന്ന ഹീറോയിൻ കുറേ നേരം അത് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ മോച്ചി ബേബിയായിട്ട് നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുമ്പോൾ ഫുള്ള് ടോയ്സിനെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. കാരണം അവൻ എപ്പോഴും റൂമും വീടും ഒക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. പക്ഷേ മോച്ചി ബേബി ഉള്ളതുകൊണ്ട് തന്നെ വീട് ഇപ്പോൾ ഫുള്ള് കളിപ്പാട്ടങ്ങൾ ടോയ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് കാണുന്ന ഹീറോ, ഇതെന്താ ഈ ചെയ്തു വെച്ചേക്കുന്നത്, എനിക്ക് ഇങ്ങനെ വീടുണ്ടായിരുന്നാൽ ഇഷ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ മോച്ചി ബേബിയെ കയ്യിലെടുത്തിട്ട്, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വീട് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം എന്നെയും കുഞ്ഞിനെയും ഈ വീട്ടിൽ നിർത്തിയിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് മോച്ചി ബേബിയെ കുറേ നേരം നല്ല ക്യൂട്ടായിട്ട് കളിപ്പിക്കുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന രാത്രിയാണ്. ജി ഹീറോയിനെ കോൾ ചെയ്തിട്ടും ഹീറോ പലപ്പോഴും കുടിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് നീയും മോച്ചി ബേബിയും ഒരു റൂമിൽ കയറിയിട്ട് റൂം നന്നായിട്ട് ലോക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ, നീ എന്താ പറയണേ, അദ്ദേഹം നേരത്തെ തന്നെ വന്നല്ലോ, ഇപ്പൊ മോച്ചി ബേബിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം കുടിച്ചിട്ടൊന്നുമില്ല, നല്ല ജെന്റിൽമാനാണെന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ജിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇവൻ സാധാരണ കുടിച്ചിട്ടാണല്ലോ വീട്ടിലേക്ക് പോകുന്നത്, ഇന്ന് എന്താ കുടിക്കാണ്ട് പോയത്, അവനിനി ഹീറോയിനെ ഇംപ്രസ് ചെയ്യാൻ ട്രൈ ചെയ്യാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജി മനസ്സിൽ ചിന്തിക്കുന്നത്. അവിടെ കെട്ടിയത് അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ ആണ്. രാവിലെ തന്നെ ഹീറോയുടെ വീട്ടിലേക്ക് ആന്റി പോകുന്നുണ്ട്. മോച്ചി ബേബി കാണാനായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും ഹീറോയിൻ കുക്കിങ്ങിൽ ഭയങ്കര വീക്കാണെന്നുള്ള കാര്യം ആന്റിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അവളെ കൈയോടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് കുക്കിംഗ് ചെയ്യാൻ
പഠിപ്പിക്കുന്നുണ്ട്. ഈ സമയത്തും ജിയെ കാണാനായിട്ട് ആപ്സും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി പറയുന്നുണ്ട് നീ ഹീറോയിനെ സഹായിക്കാനായിട്ട് കിച്ചണിലേക്ക് പോകാനായിട്ട്. പക്ഷേ ആപ്സിനും ഹീറോയിനെ കാണുമ്പോൾ തന്നെ ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. അതിന് കാരണം ജി ഇപ്പോൾ അവൾ അവോയ്ഡ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഹീറോയുമായിട്ടും വീണ്ടും റിലേഷൻഷിപ്പിലാവണമെന്നായിരുന്നു ആപ്സിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹീറോയുടെ വൈഫായിട്ട് വന്നത് അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹീറോയിൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ആപ്സ് അത് പോയി തട്ടിക്കളയുന്നുണ്ട്. ആ സമയത്ത് രണ്ടുപേരുടെ കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ട്. പിന്നെ ഹീറോ വന്നിട്ട് ആപ്സിന്റെ കയ്യിൽ എന്തായി നോക്കുന്നുണ്ട്. അതുപോലെ ജി വന്നിട്ട് ഹീറോയിന്റെ കയ്യിൽ എന്തായി നോക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ അത്ഭുതത്തോടെ രണ്ടുപേരും മാറി മാറി നോക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഹീറോയിന്റെ ഹസ്ബൻഡ് ഹീറോയാണ്. പക്ഷെ ഹീറോ ചെക്ക് ചെയ്യുന്നത് ആപ്സിനെയും. പോലെ ആപ്സിനെ എൻഗേജ്മെന്റ് ചെയ്തത് ജി ആണ്. പക്ഷെ ജി നോക്കുന്നത് ഹീറോയിനെയും. അതുകൊണ്ട് തന്നെ ഹീറോയിൻ രണ്ടുപേരും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ആന്റിയാണ്. ആന്റി ഹീറോയിന് കുക്കിംഗ് അറിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടും ഇനി എന്നും കുക്കിംഗ് പഠിക്കാനായിട്ട് കുറച്ച് സമയം ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നുണ്ട്. ഹീറോയിനും ഓക്കെ പറയാണ്. അതിനുശേഷം കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഹീറോയിൻ കുക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ആന്റിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആന്റി നന്നായിട്ട് അവളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഈ ഒരു കുക്കിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ആന്റി ഹീറോയിന് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും ഹണിമൂണിലുള്ള 2 ടിക്കറ്റ് ആയിരുന്നു. ഇത് കാണുന്ന ഹീറോയിൻ ഞങ്ങൾ രണ്ടുപേരും പോയാൽ മോച്ചി ബേബി എന്താ ചെയ്യുക, അവൾ ഒറ്റയ്ക്കായി പോവില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആന്റിയും അത് ഓർത്ത് നീ വിഷമിക്കണ്ട, മോച്ചി ബേബിയെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഹണിമൂണിലൊന്നും പോയിട്ടില്ലല്ലോ, നന്നായി പോയി എൻജോയ് ചെയ്തിട്ട് വരാൻ പറയുന്നുണ്ട്. കേൾക്കുന്ന ഹീറോയിനും ഓക്കെ പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ആപ്സിനെയാണ്. ഇവരുടെ രണ്ടുപേരുടെ അതായത് ഹീറോയുടെയും ഹീറോയിൻ്റെ റിലേഷൻഷിപ്പിൽ ആപ്സിന് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരെയും നിരീക്ഷിക്കാനായിട്ട് ഒരാളെ അവൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഹീറോയിനും റിലേഷൻഷിപ്പിൽ അല്ല എന്നുള്ള കാര്യം അയാൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആന്റി ആ ഒരു ഹണിമൂൺ ടിക്കറ്റ് കൊടുത്തതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും മോച്ചി ബേബിയെ ആന്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഹണിമൂണിന് പോവേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഇന്നത്തെ ദിവസം നന്നായിട്ട് ഒരു ബീച്ചിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ജി ആണ്. ജി നേരെ വന്നിട്ട് ആന്റിയോടും ഇന്നെന്താ ഹീറോയിൻ കുക്കിംഗ് ക്ലാസ്സിന് വരാത്തേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആന്റിയും നീ അറിഞ്ഞില്ലേ അവർക്ക് രണ്ടുപേർക്കും ഹണിമൂൺ ടിക്കറ്റ് കൊടുത്തും ഞാൻ അവരെ ഹണിമൂണിന് പറഞ്ഞു വിട്ടേക്കാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവൻ അന്ന് അവന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, മറക്കാനാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഫ്രണ്ടും നീ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, കുറേ വർഷങ്ങൾക്ക് മുമ്പും അവൾ നിന്റെ പുറകെ ചുറ്റി വന്നില്ലേ, അപ്പോൾ നീ വിചാരിച്ചത് എന്താ അവൾ പണത്തിന് വേണ്ടിയിട്ടാണ് നീ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നാണ്. ഈ ലോകത്തിലും പണത്തിനേക്കാളും ഉയർന്നതായിട്ട് സ്നേഹം എന്നൊരു സംഭവമുണ്ട്. അത് നീ ഇപ്പോഴാണോ മനസ്സിലാക്കുന്നത്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ പാട്ടിന് വിട്ടേക്ക്, ഇനിയെങ്കിലും അവൾ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ജിക്കും ഇല്ല, എനിക്ക് എൻ്റെ മനസ്സിലുള്ള പ്രണയം മറച്ചു വെക്കാൻ സാധിക്കില്ല, അവളിപ്പോൾ ഹണിമൂൺ കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും, നേരെ അവളോട് പോയിട്ട് എൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാൻ പോവാണെന്ന് പറഞ്ഞ് നേരെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഹീറോയിനും ആ ഒരു ഹണിമൂൺ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഉടനെ ജി പോയിട്ട് ഹീറോയിനോട് നിനക്ക് കുഞ്ഞുനാളിലെ എന്നോട് പ്രണയം ഉണ്ടായിരുന്നോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും അതെ, സ്കൂൾ ഡേയ്സിൽ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഞാനത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നിനക്കത് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ജിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. അവന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ എന്താ നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനും അതെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ എന്നെ വിവാഹം കഴിക്കുക, നീ സമ്മതിച്ചാൽ മാത്രം മതി, എൻ്റെ ചേട്ടനുമായിട്ടുള്ള ഡിവോഴ്സ് ഒന്നും എനിക്ക് ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ സോറി, നീ വിചാരിക്കുന്ന പോലെ എനിക്കിപ്പോൾ നിന്നോട് പ്രണയമൊന്നുമില്ല, ഇപ്പോൾ നീ എൻ്റെ ഫ്രണ്ട് മാത്രമാണ്, അതൊക്കെ കുഞ്ഞുനാളിൽ നടന്ന കാര്യമല്ലേ, മറന്നേക്കാൻ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന കാര്യം ഹീറോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ അവൾ തൻ്റെ വൈഫാണ്. അതുകൊണ്ട് രണ്ടുപേരും ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന കണ്ടാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നു വിചാരിച്ചിട്ട് ഹീറോയിനെയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അന്ന് രാത്രി ഹീറോയിന് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ജി അവളെ പ്രപ്പോസ് ചെയ്ത കാര്യം തന്നെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് നിനക്കിപ്പോൾ കിട്ടിയേക്കുന്നത് നല്ലൊരു ജീവിതമാണ്, മോച്ചി ബേബിയും മൊത്തം നീ നന്നായിട്ട് ജീവിക്ക്, വെറുതെ അവനെ പ്രണയിക്കുകയാണെന്ന് കരുതി അവൻ്റെ പുറകെ പോകാനൊന്നും നിൽക്കണ്ട, അവനെപ്പറ്റി നിനക്ക് നന്നായിട്ട് അറിയാലോ, പണത്തിൻ്റെ അഹങ്കാരം കുറച്ച് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിനും അതെനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഇന്നലെ അവൻ്റെ കണ്ണുകളിൽ ഒരു സത്യമായിട്ടുള്ള പ്രണയം ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഫ്രണ്ടും വേണ്ട, നീ വെറുതെ അവനുമായിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ അതെ ഞാൻ എന്തായിരുന്നാലും അവനുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നില്ല, ഞാൻ അവനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഈ ആഴ്ച മെസ്സേജിനൊന്നും അവൾ റിപ്ലൈ കൊടുക്കുന്നില്ല. ജി കണ്ടിന്യൂസ് ആയിട്ട് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതുപോലെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ മെസ്സേജ് കണ്ടതായിട്ട് പോലും ഭാവിക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് രാവിലെ ആകുമ്പോൾ ഹീറോയിൻ കുക്കിംഗ് ക്ലാസ്സിലേക്ക് പോകുന്നില്ല. ഇത് കണ്ട ഹീറോ നീ എന്താ ആൻറ്റിയുടെ വീട്ടിൽ കുക്കിംഗ് പഠിക്കാനായിട്ട് പോകുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ അവിടെ എന്തായിരുന്നാലും ജി ഉണ്ടാവും, ജി ഇന്നലെ എന്നെ പ്രപ്പോസ് ചെയ്തു, അതുകൊണ്ട് തന്നെ ഞാൻ അവനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്, എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല, മോച്ചി ബേബി ഇപ്പോൾ ആൻറ്റിയുടെ കൂടെയല്ലേ, നിങ്ങൾ പോയിട്ട് മോച്ചി ബേബിയെ മാത്രം കൂട്ടിക്കൊണ്ട് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കാരണം അവനിപ്പോൾ ഹീറോയിനെ ലവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ജിയെ അവോയ്ഡ് ചെയ്യാണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ ഹീറോയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഉടനെ തന്നെ ഹീറോ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് മോച്ചി ബേബിയെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഉടനെ ജി അവനോട് ചോദിക്കുന്നുണ്ട് എന്താ ഇന്ന് ഹീറോയിൻ കുക്കിംഗ് ക്ലാസ്സിന് വരാത്തേന്നുള്ളത്. അപ്പോൾ ഹീറോ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട് നീ ഇന്നലെ അവളെ പ്രപ്പോസ് ചെയ്തതും അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് നിന്നെ അവൾ അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജിക്ക് ഒത്തിരി സങ്കടമാവുന്നുണ്ട്. കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ഹീറോയാണ്. ഹീറോ മോച്ചി ബേബിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നേരെ ഹീറോയിനെയും കൊണ്ട് ഒരു
ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട്. അവർ 3 പേരും ഭയങ്കര ഹാപ്പി ആയിട്ടും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഹീറോയിനെയും മോച്ചി ബേബിയും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിനും അവനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഹീറോയ്ക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ജിയാണ്. ജി നേരെ പോയിട്ട് ഫ്രണ്ടിനോടും എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ, എനിക്ക് ഹീറോയിനെ വല്ലാണ്ട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും സോറി എനിക്കിതിലൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം കുഞ്ഞുനാൾ മുതലേ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഇനിയെങ്കിലും അവൾ കുറച്ച് സന്തോഷത്തോടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. അതുകൂടെ കേൾക്കുമ്പോൾ ജിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ആപ്സിനെയാണ്. ആപ്സ് ഹീറോയെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുകയാണ് വീണ്ടും എന്തിനാ എന്നെ മീറ്റ് ചെയ്യാൻ വന്നത്, ഇപ്പോൾ എനിക്ക് വിവാഹമൊക്കെ കഴിഞ്ഞു, നീ വിചാരിക്കുന്ന പോലെ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ ഒന്നു ചേരില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ആപ്സും അതോർത്ത് നീ വിഷമിക്കേണ്ട, എന്തായിരുന്നാലും നിന്റെ അനിയൻ എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ അവനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഞാൻ അവനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ, അതോർത്ത് നീ വിഷമിക്കേണ്ട, ഞാനിപ്പോൾ നിന്നെ മീറ്റ് ചെയ്യാൻ വന്നത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് മാനെയും അവൻ്റെ ഫാമിലിയും ഇൻ്റർവ്യൂ ചെയ്യണം. എനിക്കറിയാവുന്ന ഏക ഫാമിലിയും നീയും നിന്റെ വൈഫുമാണ്. പ്ലീസ് നിങ്ങൾ രണ്ടുപേരും കൂടെ എനിക്കൊരു ഇൻ്റർവ്യൂ തരണം. പേഴ്സണൽ ക്വസ്റ്റ്യൻസും അതുപോലെ കുറച്ച് ബിസിനസ് ക്വസ്റ്റ്യൻസും മാത്രമേ ഉണ്ടാവുള്ളൂ, പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ എനിക്ക് എൻ്റെ വൈഫിനോട് കൂടെ ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആപ്സ് ഭയങ്കരമായിട്ട് സെൻഡ് ആവുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ സാരമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇൻ്റർവ്യൂ തരാം, നാളെ രാവിലെ വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ആപ്സിന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. കാരണം ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ അവൾ തീരുമാനിക്കാൻ കാരണം തന്നെ ഇവർ രണ്ടുപേരും ഒരു ഫേക്ക് റിലേഷൻഷിപ്പിലാണോ എന്നുള്ള കാര്യത്തിൽ അവൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ രണ്ടുപേരും ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ ഹീറോയിനോട് വന്നിട്ട് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നമ്മൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ നിങ്ങളിത് എന്താ പറയണേ, എനിക്ക് നിങ്ങളെ പറ്റിയോ നിങ്ങൾക്ക് എന്നെ പറ്റിയോ യാതൊരുവിധ കാര്യങ്ങളും അറിയില്ല, പിന്നെ ഇത് ധൈര്യത്തിലാണ് നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാമെന്ന് പറഞ്ഞേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ നീ വിചാരിച്ച പോലെ ഞാനും ഇൻ്റർവ്യൂ കൊടുക്കണ്ടെന്ന് തന്നെയാണ് ആദ്യം വിചാരിച്ചത്, പക്ഷേ ആപ്സിനും മറ്റു പലർക്കും നമ്മുടെ റിലേഷൻഷിപ്പിൽ നല്ല ഡൗട്ട് ഉണ്ട്, പ്രത്യേകിച്ചും മോച്ചി ബേബിയുടെ കാര്യത്തിൽ നല്ല ഡൗട്ടാണ്. അത് മാറ്റണമെങ്കിലും നമ്മൾ രണ്ടുപേരും ഇൻ്റർവ്യൂ കൊടുത്തേ മതിയാവും എന്ന് പറയുന്നുണ്ട്. ആ കാര്യം ഹീറോയിനും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി അവർ രണ്ടുപേരും അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, ഹോബീസ് എന്താണെന്നുള്ള കാര്യമൊക്കെ പരസ്പരം മാറി മാറി ചോദിച്ച് മനസ്സിലാക്കി കാണാതെ പഠിച്ചു വെക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനോട് നിനക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ഹീറോയിൻ പണം എന്ന് പറയുന്നുണ്ട്. ഈ മണി എന്ന വാക്ക് കേട്ടതും ഹീറോ ആകെ അതിശയത്തിലും നിനക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം പണമാണോ, അതെന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ കുഞ്ഞുനാളിൽ ഒരുപാട് പണത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പണമാണ് ലോകത്തിലെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ വളരെ വിചിത്രമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്പരം ഹോബീസൊക്കെ കാണാതെ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോൾ ഹീറോയിനെയും കൂട്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ ആപ്സും പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വേറൊരാളും വന്നിട്ടുണ്ടായിരുന്നു. ആ പുതിയ പയ്യനെ കാണുന്ന ഹീറോയിന് ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്, കാരണം അവർ രണ്ടുപേരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഹീറോയിനെ കാണുന്ന ആ പയ്യൻ നിന്നെ കണ്ടിട്ട് എത്ര നാളായി, എൻ്റെ അമ്മ നിന്നെ എപ്പോഴും അന്വേഷിക്കാറുണ്ട്, കുഞ്ഞുനാളിൽ നീയും ഞാനും ഒരേ വീട്ടിലൊക്കെ അല്ലേ താമസിച്ചെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി കുഞ്ഞുനാളിൽ ഹീറോയിന് അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പയ്യൻ്റെ അമ്മയായിരുന്നു ഹീറോയിനെ സ്വന്തം അമ്മയെ പോലും നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ കാര്യം ഹീറോയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ രണ്ടുപേരും ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ആപ്സിന് ഇവരുടെ മേലുണ്ടായിരുന്ന സംശയം ഒരു പരിധി വരെ മാറി നിൽക്കുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന അന്ന് രാത്രിയാണ്. ഹീറോയിൻ ആ ഒരു ഫ്ലാറ്റിൻ്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ജി വന്ന് നിൽക്കുന്നുണ്ട്. ജിയെ കാണുന്ന ഹീറോയിൻ അവോയ്ഡ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജി ഇന്നലെ രാത്രി ഞാൻ കുടിച്ചുകൊണ്ടാണ് നിന്നോട് എന്തൊക്കെയോ പറഞ്ഞത്, പ്ലീസ് എന്നോട് ക്ഷമിക്കണം, എനിക്ക് നീ ഇപ്പോഴും ഒരു ഫ്രണ്ട് തന്നെയാണ്, പ്ലീസ് ഫ്രണ്ടായിട്ട് എന്നെ കൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ സമാധാനത്തിലും ഞാൻ അപ്പോഴേ വിചാരിച്ചു നീ ലവ് എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുന്ന ടൈപ്പ് അല്ലല്ലോ എന്നുള്ളത്, എന്തായിരുന്നാലും ഇപ്പോഴേ എനിക്ക് സമാധാനമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജി ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് നിന്നൊന്ന് ഹഗ് ചെയ്തോട്ടേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും അതിനിപ്പോൾ എന്താന്ന് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം ഹീറോ ദൂരെ നിന്ന് കാണുന്നുണ്ട്. അവന് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. എന്നാലും ഹീറോയിനോട് ഒന്നും ചോദിക്കാതെ അവൻ വീടിനുള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ വീട്ടിൽ വന്നിട്ട് മോച്ചി ബേബിയും കൂട്ടിയിട്ട് സ്വന്തം റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഹീറോ അവൻ്റെ റൂമിലാണ് ഉറങ്ങുന്നത്. ഈ സമയത്ത് പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ആരാന്ന് പോയി നോക്കുമ്പോൾ ആൻറ്റി ആയിരുന്നു. ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് റൂമിലാണ് ഉറങ്ങുന്നതെന്ന് അറിഞ്ഞാൽ ആൻറ്റി എന്തായിരുന്നാലും പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവളുടെ റൂമിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നേരെ ഹീറോയുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. മോച്ചി ബേബിയെ ഹീറോയുടെ റൂമിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. എന്നിട്ട് പോയി ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയും എന്താ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഞങ്ങൾ ഉറങ്ങിക്കിടക്കായിരുന്നു എന്നുള്ള കാര്യത്തിൽ കള്ളം പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റി നിങ്ങൾ രണ്ടുപേരും മോച്ചി ബേബി ഇങ്ങ് തന്നേക്കും, ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകുന്നില്ല, ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്, ഞാനും മോച്ചി ബേബിയും ഒരു റൂമിൽ കിടന്നോളാം, നിങ്ങൾ രണ്ടുപേരും ഇന്ന് എൻജോയ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന രണ്ടുപേരും പരസ്പരം മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വേറെ ചോയ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ ഹീറോയിനും ഒരേ റൂമിൽ കിടക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയ്ക്ക് ആപ്സിൻ്റെ അടുത്തുനിന്ന് ഒരു കോൾ വരുന്നുണ്ട്. അവനത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ ബേസ് ചെയ്തിട്ട് എന്തോ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഈ കാര്യം ഹീറോയിൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ കിടക്കാൻ നേരത്തെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇപ്പോഴും ആപ്സിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അത് കേൾക്കുന്ന ഹീറോ നീ ഇത് എന്താ പറയണത്, എനിക്ക് അവളെ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ നീയും ജിയും ഇപ്പോഴും റിലേഷൻഷിപ്പിലാണല്ലേ, രണ്ടുപേരും ഹഗ് ചെയ്യുന്ന കാര്യം ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അവൻ എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഹഗ് ചെയ്തത്, ഇന്നലെ
കുടിച്ചതുകൊണ്ട് അവൻ ബോധമില്ലാതെയാണ് എന്നെ ലവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു സോറി പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ ഹഗ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഇപ്പോഴാണ് ഒന്ന് സമാധാനമാവുന്നത്. നെക്സ്റ്റ് ഡേ ആവുമ്പോഴേക്കും ആന്റിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ജി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ആ സമയത്തും ഹീറോയിനും ഒരേ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന കാര്യം ജി കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്നലെ ഒരുമിച്ചാണോ ഉറങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതേന്ന് തലയാട്ടുന്നുണ്ട്. ഇത് കാണുന്ന ആന്റി ജിയുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തിട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിന്നെ ഒരു റൂമിലല്ലാതെ വേറെ എവിടെ കിടക്കണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജിക്കും മനസ്സിൽ തീ ആളി കത്തുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ജിയെ ആബ്സെന്റ് അച്ഛനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജി അച്ഛനെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം താമസിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, എത്രയും വേഗം നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ജിയും സമ്മതിക്കുന്നുണ്ട്. എന്നിട്ടും നേരെ പോയിട്ട് ആബ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളോടും, നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, നിനക്ക് എൻ്റെ ജ്യേഷ്ഠനല്ലേ ഇഷ്ടം, നിനക്ക് അവനെ വിവാഹം കഴിക്കാൻ ഇനിയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നീ ഹീറോയിനെ ഓടിച്ചു വിട്ടിട്ടും അവനെ വിവാഹം കഴിച്ചോ, എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ആബ്സ് ചിരിച്ചുകൊണ്ട്, അതെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിന്നെ വിവാഹം കഴിച്ച് ലൈഫ് ലോങ് കഷ്ടപ്പെടുന്നതിനേക്കാളും ഹീറോയിനെ ഓടിച്ചിട്ട് അവന്റെ ജീവിതത്തിലേക്ക് ഞാൻ പോകുന്നത് തന്നെയാണ് നല്ലത്. എന്തായിരുന്നാലും നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്നുള്ള കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞോളാം, നീ വിഷമിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ആബ്സ് പോയിട്ട് ഹീറോയെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് കരയാണ്. നിന്റെ അനിയൻ എന്നെ ബ്രേക്കപ്പ് ചെയ്തു, എനിക്ക് ആ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, വീട്ടിലേക്ക് പോയാലും അച്ഛൻ്റെ വക ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, അതുകൊണ്ടും ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്നിട്ടും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയ്ക്ക് നോ പറയാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ നീ വീട്ടിലേക്ക് വന്നോളാൻ പറയുന്നുണ്ട്. എന്നിട്ടും അവളെയും കൂട്ടി നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആബ്സിനെ കാണുന്ന ഹീറോയിനും ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നുണ്ട്. അവൾ ഹീറോയോടും, നീ എന്തിനാ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, എന്നോട് ക്ഷമിക്കുക, അവൾ എൻ്റെ അനിയനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തു, ഭയങ്കര സങ്കടത്തിലാണ്, വീട്ടിലേക്ക് പോയാലും അവൾക്ക് അമ്മയില്ലല്ലോ, അതുകൊണ്ടും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ്, സോറി എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ഇഷ്ടമല്ലെങ്കിലും ഓക്കെ ഇവിടെ നിന്നോട്ടേന്ന് സമ്മതിക്കുന്നുണ്ട്. ഹീറോയിൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് വേഗം ആബ്സ് വന്നിട്ട് ഹീറോയെ ഹഗ് ചെയ്ത് കിസ് ചെയ്യുന്നുണ്ട്. ഇത് ദൂരെ നിന്ന് ഹീറോയിൻ കാണുന്നുണ്ട്. അവൾക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് റൂമിൽ വന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആബ്സിനെ തള്ളി മാറ്റുന്നുണ്ട്. നീ ഇതെന്താ ചെയ്യുന്നത്, എനിക്ക് ഓൾറെഡി വിവാഹം കഴിഞ്ഞതാണ്, നിന്നെ ഇനി ഒരിക്കലും വൈഫായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, സോറി ഇനി എന്നെ കിസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ആബ്സും ഓക്കെ എന്ന് പറഞ്ഞു മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഹീറോയെ ഇംപ്രസ് ചെയ്യണമെന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു അവൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ ആവുമ്പോൾ ഹീറോയിൻ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സമയത്ത് ആബ്സും ഹീറോയും ഒരേ സൈഡിലായിരുന്നു നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആബ്സ് ഹീറോയ്ക്ക് ഫുഡ് വാരി കൊടുക്കുന്നുണ്ട്, ഫുഡ് തുടച്ചു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം മനസ്സിൽ വെക്കാതെ അവളത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഈ കാര്യം ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ ക്യൂട്ടായിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ആബ്സിനും അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ ഭയങ്കര ദേഷ്യത്തോടെ ഹീറോയിനെ നോക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ ഹീറോയോട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി ഞാൻ ഇവിടെ വരില്ല, എനിക്ക് ഒരു ദിവസത്തെ ലീവ് വേണം, ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമായിട്ട് ഡേറ്റിങ്ങിന് പോവാണെന്ന് പറഞ്ഞിട്ട് അവളെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ഫ്രണ്ടുമായിട്ട് ഡേറ്റിങ്ങിന് പോകുന്നുണ്ട്. ഇത് ഹീറോയ്ക്കും ഭയങ്കര നെർവസ്നെസ് കൊടുക്കുന്നുണ്ട്. കുറെ കഴിയുമ്പോഴേക്കും അവിടെ ജി വന്നിട്ട് ഹീറോയിൻ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, അവൾ എവിടെയാ പോയതെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഫ്രണ്ടുമായിട്ട് ഡേറ്റിങ്ങിന് പോവാണെന്ന് പറഞ്ഞു, എങ്ങോട്ടാ പോയെന്ന് ഒരു ഐഡിയ ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ജി, ഞാൻ അവളെ കണ്ടുപിടിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹീറോയിനെ കോൾ ചെയ്ത്, നീ എന്താ ഇങ്ങോട്ട് വരാത്തേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഡേറ്റിങ്ങിലാണ്, നീ എന്തിനാണ് എന്നെ വിളിക്കുന്നതും, കോൾ കട്ട് ചെയ്തിട്ടും നീ നിന്റെ ആ ഒരു ആപ്സുമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ, അവൾ എന്നെ കെയർ ചെയ്തതിന് ഞാൻ എന്ത് ചെയ്യാനാ, പ്ലീസ് വീട്ടിലേക്ക് വരാൻ പറയുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ അതൊന്നും കേൾക്കാതെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കുറേ കഴിഞ്ഞിട്ടാണ് അവൾ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഹീറോയെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. ഇത് കാണുന്ന ഹീറോയിൻ, ഇവനിത് എവിടെ പോയെന്നും പറഞ്ഞ് എല്ലായിടവും പോയി നോക്കുന്നുണ്ട്. ആ സമയത്തും ഹീറോ ബാത്റൂമിൽ തല കറങ്ങി വീണ് കിടക്കുന്നുണ്ട്. ഉടനെ ഹീറോയിൻ അവനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഹീറോയ്ക്ക് നല്ല പനി ഉണ്ടായിരുന്നു. പനി കൂടിയിട്ട് അവൻ ബോധം കെട്ട് വീണതാണ്. ഡോക്ടേഴ്സും ഹീറോയെ നന്നായിട്ട് കെയർ ചെയ്യാൻ പറയുന്നുണ്ട്. ഹീറോയിനും അവളുടെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യമൊക്കെ മറന്ന് ഹീറോയെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ആ സമയത്തും അവർ രണ്ടുപേരും കൂടുതൽ ക്ലോസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഹീറോയിനെ പ്രത്യേകം കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. മോച്ചി ബേബിയെയും ഹീറോയിനെയും ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോകലൊക്കെ ആയിരുന്നു ഹീറോയുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് പ്രണയിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ കൺഫസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഹീറോയിന്റെ ഫ്രണ്ട് കോൾ ചെയ്തിട്ട്, നമ്മുടെ പഴയ ഓർഫണേജിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, നീ അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കാര്യം അറിഞ്ഞ ഹീറോ, ഞാനും നിന്നോടൊപ്പം വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ, മോച്ചി ബേബി എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി, നിങ്ങൾ അവളെ ഓർത്ത് വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ജി അങ്ങോട്ട് വന്നിട്ടും, നിങ്ങൾ തനിച്ച് പോകണ്ട, ഞാനും കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ, ഓക്കെ എങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ട്രിപ്പ് പോലെ പോവാം, ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെയും അതുപോലെ എൻ്റെ ഓൾഡ് ഫ്രണ്ടിനെയും വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ നാലുപേരും ഭയങ്കര എൻജോയ് ചെയ്ത് ആ ഒരു ട്രിപ്പ് ഓർഫണേജിലേക്ക് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവരൊരു ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്ത് അതിൽ നിന്ന് നന്നായിട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും, നിനക്ക് ഇതിൽ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഹീറോയിൻ നന്നായിട്ട് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ ആരോടാ ഇഷ്ടമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷേ ഹീറോ
ഹീറോയിൻ നന്നായിട്ട് കുടിച്ചതുകൊണ്ട് തന്നെ ബോധം കെട്ട് വീഴുന്നുണ്ട്. ഉടനെ ഹീറോ അവളെയും കൂട്ടി ടെന്റിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവളോട് സീക്രട്ടായിട്ടും നിനക്ക് ആരെയാ ഇഷ്ടമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ നന്നായിട്ട് ബോധം പോയതുകൊണ്ട് തന്നെ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഉടനെ ഹീറോ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഈ കാര്യം ടെന്റിന് പുറത്ത് നിന്ന ഹീറോയുടെ അനിയനും കാണുന്നുണ്ടായിരുന്നു. അവനത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോൾ ഫ്രണ്ട് അവളോട് പറയുന്നുണ്ട് ഇന്നലെ ഹീറോ നിന്നെ കിസ് ചെയ്തു എന്നുള്ള കാര്യം. ആക്ച്വലി ടെന്റിന്റെ അകത്ത് നടന്ന കാര്യം എല്ലാവരും പുറത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അകത്ത് ലൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഷേഡോ വെച്ച് എല്ലാവർക്കും ഹീറോയിനെ കിസ് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ആ കാര്യം പറയുമ്പോൾ ഹീറോയിൻ ഭയങ്കര എംബാരസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ കെട്ടിയത് അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഈ കാര്യം കണ്ടതുകൊണ്ട് തന്നെ ജി ഹീറോയിനോട് വന്ന് ലവ് കൺഫസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയാണ് ഞാനിപ്പോൾ നിന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്, ആ ഒരു ബഹുമാനം നീ എനിക്ക് നൽകണം, ഇല്ലാന്നുണ്ടെങ്കിലും സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയേണ്ടതായിട്ട് വരും. ഞാൻ മോച്ചി ബേബിയുടെ അമ്മ അല്ല എന്നുള്ളതും നീ എനിക്ക് പണം നൽകുന്നത് കൊണ്ട് മാത്രമാണ് മോച്ചി ബേബിയുടെ അമ്മയായിട്ട് ഞാൻ അഭിനയിക്കുന്നെന്നുള്ള കാര്യം എല്ലാവരോടും പറയുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ജി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആക്ച്വലി ഈ കാര്യങ്ങളെല്ലാം ഹീറോ കേൾക്കുന്നുണ്ട്. ഹീറോയിൻ വെറും ഒരു പണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞിനെ നോക്കുന്നതെന്നുള്ളതും അതുപോലെ തന്നോട് ഹീറോയിൻ കള്ളം പറയുമെന്നുള്ളതും ഹീറോയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓൾറെഡി ഹീറോയിൻ തനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും വലുത് പണമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെന്ന് ഹീറോ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് വേണ്ട, നീ ഇവിടെ നിന്ന് പൊയ്ക്കോളും, ഞാൻ മോച്ചി ബേബിയെ തനിച്ച് കെയർ ചെയ്തോളാന്ന് പറയുന്നുണ്ട്. അത് ഹീറോയിന് ഭയങ്കരമായിട്ട് സങ്കടാവുന്നുണ്ട്. അവളിപ്പോൾ ഹീറോയെ ലവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹീറോ എന്താ ഏതാന്ന് പോലും തന്നോടൊന്ന് ചോദിക്കാതെ തന്നെ വീട് വിട്ടിറക്കാണെന്നുള്ളതും ഹീറോയിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. പക്ഷേ ഹീറോ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടിയും പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആക്ച്വലി ഹീറോ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണ്. ഹീറോയിൻ എന്തായിരുന്നാലും അധിക ദൂരമൊന്നും പോവില്ല, ജിയുടെ അടുത്തേക്ക് പോകുന്നതാണ് ഹീറോ വിചാരിച്ചത്. പക്ഷെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോൾ ജി ഹീറോയെ കോൾ ചെയ്തിട്ട് ഹീറോയിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല. അവളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ ആകെ പേടിച്ചു പോകുന്നത്. ഇവളത് എവിടെ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ജിയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ജി ആകെ ദേഷ്യത്തിൽ ഹീറോയെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹീറോയോട് വഴക്കുണ്ടാക്കാണ്. അവൾക്ക് ആകെ ഈ നാട്ടിൽ അറിയാന്നുള്ളതും എന്നെ മാത്രമാണ്, അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ നീ എന്തിനാ അവളെ ഓർത്ത് ആകെപ്പാടെ ഇങ്ങനെ വിഷമിക്കുന്നത്, അവൾ വെറുതെ പണത്തിന് വേണ്ടിയിട്ടും എന്ത് കാര്യങ്ങളും ചെയ്യുന്നതല്ലേ, അവൾ എവിടെ പോയാലും ജീവിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ജി ദേഷ്യത്തിൽ നിനക്ക് അവളെ പറ്റി എന്തറിയാം, കുഞ്ഞുനാൾ മുതലേ ഓർഫനേജിൽ വളർന്നതുകൊണ്ട് അവൾ പണത്തിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്വന്തമായിട്ട് അധ്വാനിച്ചാണ് അവൾ പഠന കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നത്. അവൾ മോച്ചി ബേബിയെ നോക്കാമെന്ന് സമ്മതിച്ചത് തന്നെ ഞാൻ ആ കുഞ്ഞിനെ ഓർഫനേജിൽ വിടുമെന്ന് ഓർത്തിട്ടാണ്. അവളെ പോലൊരു ഗതി വേറെ ആർക്കും വരരുതെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും മോച്ചി ബേബിയെ സ്വന്തം കുഞ്ഞിനെ പോലെ അവൾ നോക്കിയത്, അല്ലാതെ വിചാരിക്കുന്ന പോലെ പണത്തിന് വേണ്ടി അലയുന്ന ഒരു പെണ്ണല്ല അവളെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നുണ്ട്. ഹീറോയിന് എവിടെയാ ഉള്ളതെന്ന് അറിയാനായിട്ട് അവൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സമയത്തും മോച്ചി ബേബിയെ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവളെ നോക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ മോച്ചി ബേബിയും അമ്മയെ കാണണം എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കാണാൻ വേണ്ടി വാശി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ എവിടെയാണെന്നുള്ളതെന്ന് അറിയാനായിട്ട് അവൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ഒരു ബീച്ചിൽ താമസിക്കുകയാണെന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഉടനെ ഹീറോയിൻ്റെ അടുത്തേക്ക് പോയിട്ട് നീ എന്നോട് ക്ഷമിക്ക്, എന്താ നടന്നതെന്ന് പോലും അറിയാതെ നിന്നെ വീട് വിട്ട് ഇറക്കി വിട്ടത് ശരിയായില്ല, സോറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും ഇറ്റ്സ് ഓക്കെ, പക്ഷെ ഞാൻ ഇനി തിരികെ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹീറോ നീ വീട്ടിലേക്ക് വന്നേ പറ്റുള്ളൂ, പ്ലീസ് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ നിനക്ക് വേണ്ടിയല്ല മോച്ചി ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം, അവൾ ഭയങ്കര കരച്ചിലായിരിക്കും അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ അതെ അവൾ ഭയങ്കര കരച്ചിലാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഓക്കെ ഞാൻ വീട്ടിലേക്ക് വരാം, നിങ്ങൾ പൊയ്ക്കോളാൻ പറയുന്നുണ്ട്. ഉടനെ ഹീറോ വീട്ടിലേക്ക് പോയിട്ടും ജിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ജി ഹീറോയിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഉടനെ ഹീറോ നീ എന്തിനാടാ ഇതൊക്കെ ചെയ്യുന്നത്, അവൾ എൻ്റെ ഭാര്യയല്ലേ, ഞാൻ വേണം അവളെ വരവേൽക്കാൻ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവൻ്റെ വക കുറേ പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്തും കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ആരാന്ന് പോയി നോക്കുമ്പോൾ ഹീറോയിനായിരുന്നു. ആ ഒരു ഡോറ് തുറക്കാൻ പോലും രണ്ടുപേരും ഭയങ്കരമായിട്ട് അടിവെക്കുന്നുണ്ട്. ഹീറോയിൻ വരുമ്പോൾ അവൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും രണ്ടുപേരും ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ജി അവളോട് പറയാണ് നീ എന്നോട് ക്ഷമിക്ക്, ഞാൻ കാരണം നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അല്ലേ, ഉറപ്പായിട്ടും നീ എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ നല്ല പോലെ നോക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ വേണ്ട, ഞാൻ നിന്നെ ഒരിക്കലും വിവാഹം കഴിക്കില്ല, നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ട് മാത്രമാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ജി ഭയങ്കര സങ്കടത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആക്ച്വലി ഈ കാര്യങ്ങളെല്ലാം അവിടെ ദൂരെ മാറി നിന്ന് ആപ്സ് കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് ജിയുടെ കുഞ്ഞാണ് മോച്ചി ബേബി എന്നുള്ളതും ഹീറോയ്ക്കും ഹീറോയിനും യാതൊരുവിധ റിലേഷൻഷിപ്പും ഇല്ല, ജസ്റ്റ് ഒരു കോൺട്രാക്ട് മാരേജ് ആണെന്നുള്ള കാര്യവും ആപ്സിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവൾ ആ സമയത്ത് ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹീറോയിൻ ലാപ്ടോപ്പിൽ എന്തോ ഒരു കാര്യം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ രാവിലെ തന്നെ നീ എന്താ ചെക്ക് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ നീ ഇവിടെ നിന്ന് എന്നെ ഇറക്കി വിട്ട സമയത്താണ് ജോബിന്റെ വാല്യൂ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഇത്രയും നാളും മോച്ചി ബേബിയെ നോക്കുന്നു, പണം വാങ്ങുന്നു, അത്രമാത്രമേ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കൊരു ജോലി വേണമെന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. സോറി, നിന്നെ ഇനി ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് നിന്റെ പണമൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അവനും അവളോട് സോറി പറയുന്നുണ്ട്. എന്നിട്ട് ഒരു ബൊക്കെ അവളുടെ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഹീറോയിനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹീറോയിനെ കാണുന്ന സമയത്ത് അവളെ പ്രൊപ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനും ഒരക്ഷരം പോലും അവളോട് മിണ്ടാൻ പറ്റുന്നില്ല. ജസ്റ്റ് ബൊക്കെ
കൊടുത്തിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഹീറോയിന് നല്ലൊരു ജോബ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നോക്കാനായിട്ട് ഒരു ബേബി സിറ്ററിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ ജീം അവൾക്ക് വേണ്ടിയിട്ട് ഒരു ബേബി സിറ്ററിനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ആ വന്ന ആന്റി ഹീറോയിനെ വല്ലാണ്ട് ഫീലോടുകൂടിയാണ് നോക്കുന്നത്. ഹീറോയിനും ആ ആന്റി ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും നന്നായിട്ട് സിങ്ക് ആവുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിന്റെ ഫ്രണ്ട്, അതായത് ഓൾഡ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അവളെ കോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്കും നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, എത്ര നാളായി നിന്നെ കണ്ടിട്ടും, നമ്മൾ ഇന്ന് നിന്റെ വീട്ടിലേക്ക് വന്നോട്ടേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈവനിങ് ആകുമ്പോൾ ഫ്രണ്ടും ഫ്രണ്ടിന്റെ അമ്മയും കൂടെ വീട്ടിനുള്ളിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഫ്രണ്ടിന്റെ അമ്മ ഈ പുതിയ ബേബി സിറ്റർ ആന്റിയെ കാണുന്നുണ്ട്. ഓടി വന്ന് ഹഗ് ചെയ്തിട്ടും നീ തിരികെ വന്നോ, എത്ര നാളായി നിന്നെ കണ്ടിട്ടും, നിന്റെ മോള് കണ്ടോ, എത്ര വലുതായി എന്ന് കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ, ആന്റി നിങ്ങൾ ഇതെന്താ പറയുന്നത്, ഈ ബേബി സിറ്റർ എൻ്റെ അമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ടിന്റെ അമ്മ, അതെ ഇത് നിന്റെ അമ്മ തന്നെയാണ്, കുഞ്ഞുനാളിൽ നിന്നെ മുത്തശ്ശിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയതാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ, ഇതെൻ്റെ അമ്മയാണോ, ഇത്രയും നാൾ എന്നെ എന്തിനാ ഇവർ വിട്ടിട്ട് പോയെന്ന് പറഞ്ഞ് അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട്. ഉടനെ ഫ്രണ്ടിന്റെ അമ്മ ഹീറോയിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് നീ വിഷമിക്കണ്ട, അവൾ എണീക്കുന്ന സമയത്ത് നമുക്ക് അവളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയുന്നുണ്ട്. ഉടനെ ഹീറോയിന്റെ അമ്മ, അതായത് ബേബി സിറ്റർ പറയാണ്, ഇല്ല അവൾ എന്നെ ഒരിക്കലും ക്ഷമിക്കില്ല, ഇത്രയും നാളും അനാഥയായിട്ട് വളരേണ്ടി വന്നതിന്റെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അമ്മ എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിന്റെ അമ്മ, മോൾ എന്നോട് ക്ഷമിക്കണം, നിന്നെ ഒറ്റയ്ക്കാക്കി പോയതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. കുഞ്ഞുനാളിൽ തന്നെ നിന്റെ അച്ഛൻ മരിച്ചുപോയി, അതിനുശേഷം നിന്നെ ഒറ്റയ്ക്ക് നോക്കേണ്ടതും എൻ്റെ ഏറ്റവും വലിയ കടമയായിട്ട് മാറി. എനിക്കൊരു ജോലി പോലും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ലൊരു ജോലി അന്വേഷിക്കാനായിട്ട് ഞാൻ അമേരിക്കയിൽ പോയി. ആ സമയത്തും നിന്നെ മുത്തശ്ശിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോയത്. മുത്തശ്ശി നിന്നെ നന്നായിട്ട് നോക്കുന്നുള്ളതും എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അമേരിക്കയിൽ പോയിട്ടും നാട്ടിലുണ്ടായിരുന്ന കടങ്ങളൊന്നും വീട്ടാൻ എനിക്ക് സാധിച്ചില്ല. വളരെ നാൾ അവിടെ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. പണം എല്ലാം സമ്പാദിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ഒരുപാട് വർഷങ്ങൾ താണ്ടി പോയിട്ടുണ്ടായിരുന്നു. നീ ഒരു വലിയ പെൺകുട്ടിയായിട്ട് മാറി, പോരാത്തതിന് മുത്തശ്ശി മരിച്ചു എന്നും നീ ഇപ്പോൾ ഓർഫണേജിലാണ് വളരുന്നതെന്നുള്ള കാര്യവും ഞാൻ ഈ ഒരു ഫ്രണ്ട് മുഖേന അറിഞ്ഞു. പിന്നെ പെട്ടെന്ന് വന്ന നീയാണ് എൻ്റെ മകളെന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നോട് ക്ഷമിക്കാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ, പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പോൾ എന്നെ മീറ്റ് ചെയ്യാൻ വന്നതും, ഇത്രയും നാളില്ലാത്ത അമ്മ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ്റെ അമ്മ ഭയങ്കരമായിട്ട് കരങ്ങി കാല് പിടിക്കുന്നുണ്ട്. നീ എന്നോട് ക്ഷമിക്കും, ഇനി ഒരിക്കലും നിന്നെ മീറ്റ് ചെയ്യേണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കൺമുന്നിൽ മകളുണ്ടായിരുന്നിട്ടും അവളുടെ അമ്മയാണെന്ന് പോലും പറയാൻ ധൈര്യമില്ലാതെ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വന്നതും, പ്ലീസ് എന്നോട് ക്ഷമിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം അമ്മ ഇങ്ങനെ വന്ന് കരങ്ങി കാല് പിടിക്കുന്നത് കൊണ്ട് തന്നെ ഹീറോയിന് അവരോട് ക്ഷമിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും നാൾ ഒരു അമ്മയുടെ സ്നേഹം കിട്ടാത്ത ഹീറോയിൻ അമ്മയെ ടൈറ്റായിട്ട് ഹഗ് ചെയ്ത് അവരോട് ക്ഷമിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ഒരു വാലന്റൈൻസ് ഡേക്കാണ് ഒരാളുടെ മൊബൈലിൽ നിന്ന് ഹീറോയിന് മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവ് ഇത് എന്താ കാണിക്കണേന്ന് അറിയാവോ, പെട്ടെന്ന് വന്നാലും അവനെ കൈയോടെ പൊക്കാന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ഇവനിത് എന്താ കാണിക്കണേന്ന് പറഞ്ഞ് വേഗം ആ ഒരു മെസ്സേജിൽ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആക്ച്വലി ഹീറോയിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹീറോ തന്നെയായിരുന്നു അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ സ്ഥലത്ത് നല്ല വാലന്റൈൻസ് ഡേക്ക് ഹീറോയിനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട്. ഈ സമയത്തും ആപ്സ് എങ്ങനെയോ ഈ കാര്യം അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ എത്തുന്നതിന് മുന്നേ വേഗം ഹീറോയുടെ അടുത്ത് പോയിട്ട് നീ എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ബൊക്കൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് നിൽക്കണമെന്നും പറഞ്ഞ് ബൊക്ക വാങ്ങിയിട്ട് ഹീറോയെ കിസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഹീറോയിൻ വരുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ ആകെ ഷോക്കാവുന്നുണ്ട്. ഈ കാര്യം ഹീറോ കാണുന്നുണ്ട്. പെട്ടെന്ന് ആപ്സിനെ തട്ടി മാറ്റിയിട്ടും നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഈ ഒരു സർപ്രൈസ് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരുക്കിയതാണ്. ഇവൾ എങ്ങനെ ഇങ്ങോട്ട് വന്നതെന്ന് അറിയില്ല, പ്രൂഫ് വേണമെങ്കിലും എൻ്റെ ഫോൺ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ആ ഫോണിൽ നിന്നായിരുന്നു ഹീറോയിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കാണുന്ന ഹീറോയിൻ ഒരു നിമിഷം ഒന്ന് കൂളാവുന്നുണ്ട്. പക്ഷെ ഫുള്ളായിട്ട് അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവള് അവനോടൊന്നും പറയാതെ നേരെ ഫ്ലൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അവളുടെ ബാക്കിൽ നിന്ന് പോയിട്ട് നിനക്ക് എന്നെ വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അസിസ്റ്റന്റിനെ കോൾ ചെയ്ത് നോക്കും, ഞാൻ അവളോട് പറഞ്ഞിട്ടാണ് നിനക്ക് വേണ്ടിയിട്ട് ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ തയ്യാറാക്കിയത്, വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ഹീറോയിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇത്രയും വലിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെന്ന് ഹീറോയിന് മനസ്സിലാവുന്നത്. ഉടനെ അവള് ഹീറോയെ കിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹീറോയിന് വാലന്റൈൻസ് ഡേക്ക് പ്രൊപ്പോസ് ചെയ്യാൻ വന്ന ജി ഈ ഒരു കാര്യം കാണുന്നുണ്ട്. അവന് ഭയങ്കര ഡിപ്രഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പോയിരുന്ന് കുടിക്കുന്നുണ്ട്. അവനവിടെ ബോധം കെട്ട് വീഴാണ്. ആ സമയത്ത് ആപ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവനിങ്ങനെ ബോധം കെട്ട് കിടക്കുന്ന കാണുമ്പോൾ ഇവനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി അവളോട് ചോദിക്കുകയാണ്, ഇനി നിങ്ങൾ തമ്മിലും ഒരിക്കലും ഒത്തുപോവില്ലേ എന്നുള്ളത്. അപ്പോൾ അവളും ഇല്ല ആൻറ്റി, ഞാൻ വേറൊരാളെ നോക്കാമെന്ന് തീരുമാനിച്ചു, ലൈഫ് മൂവ് ഓൺ ചെയ്യേണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ആൻറ്റി ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്തും ജി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഞാനാണ് മോച്ചി ബേബിയുടെ അച്ഛൻ, അവർ രണ്ടുപേരും വെറുതെ അഭിനയിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആൻറ്റി ഷോക്കായിട്ടും നേരെ ഹീറോയിനെയും വിളിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയിനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഞാൻ നിന്നെ സ്വന്തം മകളെ പോലെയല്ലേ നോക്കിയത്, പിന്നെ നീ എന്തിനാ ഇത്രയും വലിയൊരു രഹസ്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജി ഹീറോയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ആൻറ്റി ഇതിൽ ഹീറോയിൻ്റെ തെറ്റൊന്നുമില്ല, ഇന്നലെ രാത്രി ഞാൻ അവളെ മോശക്കാരിയാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു എന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും, ഈ കുഞ്ഞിനെ ഞാൻ അനാഥാലയത്തിലാക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത്, എന്നോട് ക്ഷമിക്കാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ആൻറ്റി ഓക്കെ ഞാൻ ക്ഷമിക്കാം, പക്ഷേ ഇവളോട് എനിക്ക് പഴയ സ്നേഹമൊന്നും ഉണ്ടാവില്ല എന്ന്
പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്നാലും സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞല്ലോ, ഇനി ഒന്നും മറച്ചു വെക്കേണ്ടെന്നും പറഞ്ഞ് ഹീറോയിൻ ഭയങ്കര ഹാപ്പിയിൽ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്തും ആ മോച്ചി ബേബിയുടെ യഥാർത്ഥ അമ്മ ഹീറോയിനെ മീറ്റ് ചെയ്തിട്ടും എൻ്റെ കുഞ്ഞിനെ ഇത്രയും നാൾ നീ നന്നായി നോക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഇപ്പോൾ വിവാഹം കഴിഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് ഫ്രണ്ട്ലിയാണ്, എനിക്കൊരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ആ കുഞ്ഞിനെ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചു. അതുകൊണ്ടും എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നെ നൽകാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ എനിക്ക് കുറച്ച് നേരം ആലോചിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞിട്ടും റൂമിൽ പോയി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഹീറോ നീ കുഞ്ഞിനെ കൊടുക്കണ്ട, നമുക്ക് നിയമപരമായിട്ട് നീങ്ങാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ വേണ്ട, ഞാൻ കഷ്ടപ്പെട്ടതുപോലെ ഒരു കുഞ്ഞും അമ്മയില്ലാണ്ട് വളരരുത്, അവൾ വളരേണ്ടത് അവളുടെ യഥാർത്ഥ അമ്മയുടെ അടുത്ത് തന്നെയാണ്, ഞാൻ കുഞ്ഞിനെ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാൻ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇവർ സംസാരിക്കുന്ന കാര്യം ഹീറോയുടെ ആൻറ്റി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ്റെ നല്ല മനസ്സ് ആൻറ്റിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളോടുണ്ടായിരുന്ന ദേഷ്യമൊക്കെ മറക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് കുഞ്ഞിനെ ആ ഒരു യഥാർത്ഥ അമ്മയുടെ തന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയെ നോക്കി മോച്ചി ബേബിക്ക് വേണ്ടിയല്ലേ നമ്മൾ രണ്ടുപേരും റിലേഷനിലാവാൻ തീരുമാനിച്ചത്, ഇപ്പോൾ കുഞ്ഞില്ലല്ലോ, അതുകൊണ്ടും നമ്മൾ തമ്മിൽ ഫേക്ക് റിലേഷൻ തുടരേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഹീറോയോട് ആ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, അതായത് ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ അവൾക്കത് തുറന്നു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു ഹീറോയ്ക്കും. ഹീറോയിനോട് തൻ്റെ ഇഷ്ടം കൺഫസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പരസ്പരം ഒന്നും പറയാതെ അവർ പിരിഞ്ഞു പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ നേരെ ഹീറോയിൻ്റെ ഫ്രണ്ട് അടുത്തേക്ക് പോയിട്ട് ഭയങ്കരമായിട്ട് കുടിക്കുന്നുണ്ട്. അവനെന്താ എന്നോട് ഇഷ്ടം തുറന്നു പറയാത്തതും, മോച്ചി ബേബിയെ ഇത്രയും വർഷം വളർത്തിയിട്ട് വിട്ടുകളഞ്ഞതിൽ ഒരുപാട് സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ ഒരുപാട് കുടിക്കുന്നുണ്ട്. ഈ സമയത്തും ഹീറോയിനോട് എങ്ങനെയെങ്കിലും ഇഷ്ടം തുറന്നു പറയണമായിരുന്നു. അതുകൊണ്ട് അവൾ എവിടെയാണ് ഉള്ളതെന്ന് അറിഞ്ഞ് ആ ഒരു പബ്ബിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയിനെ ഹഗ് ചെയ്തും അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഇഷ്ടം അവളോട് കൺഫസ് ചെയ്യുന്നുണ്ട്. ഹീറോയിനും ഒരു നിമിഷം ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയാണ്, നിനക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്, നിന്നെ കാണാണ്ട് മോച്ചി ബേബി ഭയങ്കര ബഹളമായിരുന്നു, അതുകൊണ്ട് തന്നെ അവളുടെ സ്വന്തം അമ്മയെക്കാളും നീ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവളുടെ അമ്മയ്ക്ക് മനസ്സിലായി. ഇപ്പോൾ കുഞ്ഞും നമ്മുടെ വീട്ടിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ മോച്ചി ബേബി ഇനി നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ഉറപ്പായിട്ടും അവൾ നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ സന്തോഷത്തിൽ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ കെട്ടിയത് അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ ആണ്. ഹീറോയിൻ മോച്ചി ബേബി ഇവർ 3 പേരും കടൽ തീരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട്. ഒരു നല്ല ഫാമിലി ആയിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ജിയും. ഇപ്പോഴാണ് അവൻ യഥാർത്ഥ സ്നേഹത്തിൻ്റെ വില മനസ്സിലായത്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരു പ്ലേ ബോയ് ആയിട്ട് തുടരില്ല എന്ന് അവൾ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഹാപ്പി എൻഡിങ് ആയിട്ട് ഈ ഒരു ഡ്രാമ അവസാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഡ്രാമയെ മീറ്റ് ചെയ്യാൻ വരെ ബൈ.